മക്കയിലെ ഒരു പ്രഭാത സമയം സമ്പന്നയും യജമാനയൊക്കെ ആയിരുന്ന ഉമ്മു അമ്മാറ അൽ ഖുസായി മക്കയിലുണ്ടായിരുന്ന അടിമച്ചന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. തനിക്ക് സ്വന്തമായി ഒരു അടിമയെ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് അവരവിടെ ചെല്ലുന്നത്. അങ്ങനെ അവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിരുന്ന പല അടിമകളെയും അവർ നിരീക്ഷിക്കുന്നുണ്ട്. അതിനിടയിൽ ചെറിയ ഒരു കുട്ടിയെ, 10-15 വയസ്സ് മാത്രം പ്രായമുള്ള, ആരോഗ്യമുള്ള, വളരെ പ്രത്യേകതകൾ തോന്നിക്കുന്ന ഒരു കുട്ടിയെ ഉമ്മു അമ്മാറ കാണുന്നുണ്ട്. ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് അതിൻ്റെ വിൽക്കാൻ വെച്ച യജമാനനോട് വില പേശി ആ കുട്ടിയെ വാങ്ങി അവർ വീട്ടിലേക്ക് തിരിച്ചു നടക്കുകയാണ്. ആ സമയത്ത് തൻ്റെ ആ അടിമയോട് ഉമ്മു അമ്മാറ ചോദിക്കുന്നുണ്ട്, നിന്റെ പേരെന്താണ്? ആ കുട്ടി മനോഹരമായി മറുപടി പറയുന്നു, എൻ്റെ പേര് ഹബ്ബാബ് എന്നാണ്. ഉപ്പയുടെ പേരെന്താണ്? ഉപ്പയുടെ പേര് അറത്ത്. നീ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ നജിദിൽ നിന്നാണ്. നജിദിലെ ബനൂ തമീം ഗോത്രത്തിൽപ്പെട്ട ആളാണ് ഞാൻ. ആ സമയത്ത് ഈ ഉമ്മു അമ്മാറൊക്കെ അത്ഭുതം വരുന്നുണ്ട്. കാരണം നജിദിലെ ബനൂ തമീം ഗോത്രക്കാരൊക്കെ വളരെ പ്രമുഖരായ സമ്പന്നരായ ആളുകളാണ്. പിന്നെ എങ്ങനെയാണ് ഈ കുട്ടി ഇവിടെ അടിമയായി എത്തിയത് എന്നതായിരുന്നു അവർക്കുണ്ടായിരുന്ന സംശയം. ആ സംശയവും അവനോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ മറുപടി പറയുന്നു, തൊട്ടടുത്തുള്ള ഗോത്രവുമായിട്ട് ഞങ്ങളുടെ ഗോത്രം യുദ്ധത്തിൽ ഏർപ്പെട്ടു. ആ യുദ്ധം ഞങ്ങളെ കീഴ്പ്പെടുത്തി. മാത്രമല്ല ആ ഗോത്രക്കാർ വന്നുകൊണ്ട് ഞങ്ങളെ എല്ലാവരെയും അടിമകളാക്കി അടിമച്ചന്തകളിൽ കൊണ്ടുപോയി വിറ്റ് ആ പൈസ അവർ എടുക്കുകയായിരുന്നു. എങ്ങനെയാണ് അവൻ അവിടെ എത്തിയത് എന്നുള്ള കാരണങ്ങളെല്ലാം ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു തൻ്റെ പുതിയ യജമാനയായിരുന്ന ഉമ്മു അമ്മാറ അൽ ഖുസായിക്ക് പറഞ്ഞു കൊടുത്തു. ഉമ്മു അമ്മാറ ഈ കുട്ടിയെ വാങ്ങുന്നതിൻ്റെ പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു. സാമ്പത്തികമായ ഒരു നേട്ടം ഇവനിൽ നിന്ന് ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു. പ്രത്യേകമായിട്ട് എന്തെങ്കിലും കഴിവോ അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള വലിയ ശക്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് സാമ്പത്തികമായി ഇവനെ വെച്ചൊരു നേട്ടങ്ങൾ കൊയ്യാം എന്നതായിരുന്നു ഉമ്മു അമ്മാറയുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിനൊത്ത അടിമയായിരുന്നു ഹബ്ബാബ് റളിയല്ലാഹു അൻഹു. ഹബ്ബാബ് കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് തന്നെ കൊല്ലപ്പണി പഠിച്ചെടുക്കുന്നു. മക്കയിലെ സുശക്തനായ ആയുധ നിർമ്മാണശാലയിലെ ഏറ്റവും പ്രധാനിയായ പണിക്കാരനായിട്ട് ഹബ്ബാബ് മാറുകയാണ്. ഏറ്റവും മനോഹരമായ യുദ്ധത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും മൂർച്ചയേറിയ ആയുധങ്ങൾ നിർമ്മിക്കാൻ മക്കയിലെ പ്രമുഖരായ വില്ലാളി വീരന്മാരെല്ലാം വന്നിരുന്നത് ഈ ഹബ്ബാബ് എന്ന 15-16 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടിയുടെ ആലയിലേക്കാണ്. ഉമ്മു അമ്മാറയുടെ വീടിന് തൊട്ടടുത്ത് സ്വന്തമായിട്ടൊരു ആലയും ഈ ഹബ്ബാബിന് വേണ്ടിയിട്ട് ഉമ്മു അമ്മാറ പണിത് കൊടുക്കുന്നു. അതോടുകൂടെ മക്കയിലെ ഏറ്റവും തിരക്കുള്ള ആയുധ നിർമ്മാണ പ്രവർത്തകനായിട്ട് ആ ബാലൻ മാറുന്നു. അങ്ങനെ കാര്യമായിട്ട് സമ്പാദിക്കാനും തൻ്റെ യജമാനയെ പ്രീതിപ്പെടുത്താനൊക്കെ തുടങ്ങിയ സമയത്ത് തന്നെയാണ് ഈ ഹബ്ബാബിൻ്റെ മനസ്സിൽ ആ ദുഷിച്ച നാടിനെതിരെ, അല്ലെങ്കിൽ അവിടെ നിന്നിരുന്ന ദുഷിച്ച വ്യവസ്ഥകൾക്കെതിരെ, ജാഹിലിയത്തിലെ അനാചാരങ്ങൾക്കെതിരെയൊക്കെ മനസ്സ് ശബ്ദിക്കാൻ തുടങ്ങുന്നത്. ഈ കാളരാത്രിക്ക് എന്നാണ് ഇവിടെ അവസാനം ഉണ്ടാവുക? ഈ നശിച്ച ദിവസങ്ങൾ എന്നാണ് ഇവിടെ തീരുക? തുടങ്ങിയ വേവലാതികൾ ഹബ്ബാബ് എന്ന ചെറിയ കുട്ടിയിൽ ഇങ്ങനെ ഉടലെടുത്ത് തുടങ്ങുകയാണ്. അവരാരാധിച്ചു പോന്നിരുന്ന ബിംബാരാധനകളിലൊന്നും ഒട്ടും താല്പര്യമില്ലാതിരുന്ന ഹബ്ബാബ് ആ കാലയളവിൽ ആരെയും ആരാധിക്കാതെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ആ സമയത്ത് എവിടെ നിന്നെങ്കിലും ഒരു പ്രകാശം തന്നിലേക്ക് വന്നണയുമെന്നും ഈ ദുഷിച്ച നാട്ടിൽ നിന്നും, ഈ സമയത്തിൽ നിന്നും, ഇവിടുത്തെ ഈ കാലഘട്ടങ്ങളിൽ നിന്നും ഒക്കെ തനിക്കൊരു രക്ഷയുണ്ടാവണമെന്നും അതിയായി ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഹബ്ബാബ് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് വളരെ കുറഞ്ഞ കാലങ്ങൾക്ക് ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായിട്ട് വരുന്നതും അതീവ രഹസ്യമായി കൊണ്ടു നടന്നിരുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വവും ഇസ്ലാമിനെ പറ്റിയുള്ള സന്ദേശങ്ങളും ഒക്കെ ആ അർഹിച്ച ആളിലേക്ക് തന്നെ, ഹബ്ബാബിലേക്ക് തന്നെ എത്തിച്ചേരുന്നു. ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിന് ആ ആശയങ്ങളെ പറ്റിയും ഏകനായ ഇലാഹിനെ പറ്റിയൊക്കെ കേട്ടതോടുകൂടെ മറിച്ചൊന്ന് ചിന്തിക്കാൻ പോലും നിൽക്കാതെ ഉടനടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഷഹാദത്ത് കലിമ ചൊല്ലി 6ാമതായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു. പക്ഷേ സംരക്ഷിക്കാൻ ആരുമില്ലാതെ, ഗോത്ര പദവികളോ ഗോത്രത്തിൻ്റെ മഹിമകളോ ഒന്നുമില്ലാതെ, കേവലം ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവർ നിൽക്കുന്ന ഇടം മറന്നുകൊണ്ട് പുതിയൊരു മതത്തിലേക്ക് ചേക്കേറുക, അന്നേ വരെ തൻ്റെ യജമാനന്മാർ പോലും ആരാധിച്ചിരുന്ന ബിംബങ്ങളെപ്പറ്റി തള്ളിപ്പറയുക എന്നതൊക്കെ അക്കാലത്ത് അസാധ്യമായ, അല്ലെങ്കിൽ അത്രമേൽ ക്രൂരമായ പീഡനങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒന്നായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായിട്ട്
ഈ ഇസ്ലാമിക പ്രബോധന ദൗത്യവുമായിട്ട് കടന്നു വന്നപ്പോൾ പ്രവാചകനിൽ ആദ്യമായിട്ട് വിശ്വസിച്ചിരുന്നത് ഇതുപോലത്തെ താഴെ തട്ടിലുള്ള സംരക്ഷിക്കാൻ ആളുകളില്ലാത്ത അടിമകളായ ബിലാൽ തങ്ങളെപ്പോലെ, ഹബ്ബാബ് തങ്ങളെ പോലെയുള്ള ആളുകൾ ഒരുപാടുണ്ടായിരുന്നു പ്രവാചകൻ്റെ കൂടെ. ഈ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു പ്രവാചകനിൽ വിശ്വസിച്ചതോടുകൂടെ അത് രഹസ്യമാക്കി വെക്കാനൊന്നും ഹബ്ബാബ് റളിയല്ലാഹുവിനായില്ല. താൻ സ്വീകരിച്ച ഇസ്ലാം വിശ്വാസവും ഇസ്ലാമിനെ പറ്റിയുള്ള ആദർശങ്ങളും ഒക്കെ പരസ്യമായി തന്നെ മക്കയിൽ പറഞ്ഞു നടക്കാൻ തുടങ്ങുകയാണ് ഹബ്ബാബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിനെ ആദ്യമായിട്ട് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നതും അതിൻ്റെ പേരിൽ ആദ്യമായിട്ട് ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നതും ഈ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു തന്നെയാണ്. ഈ വാർത്തകളുടനീളം പരക്കാൻ തുടങ്ങിയപ്പോൾ യജമാനിയായിരുന്ന ഉമ്മു അമ്മാർ അൽ ഖുസായി തൻ്റെ സഹോദരനായിരുന്ന സിബായിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ അടിമയായ കൊല്ലപ്പണിക്കാരനായ ഹബ്ബാബ്, അവനെപ്പറ്റി നാട്ടുകാരെന്തൊക്കെയോ പറഞ്ഞു നടക്കുന്നുണ്ട്. അവൻ ആ നശിച്ച മുഹമ്മദിനെ പിന്തുടർന്നു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ ഗോത്രത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ അടിമയായി നമ്മുടെ എച്ചിൽ നിന്ന് കഴിയുന്ന ആ ഹബ്ബാബ് നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങളെ തള്ളിപ്പറയാനും ആ മുഹമ്മദിന് വിശ്വസിക്കാനും തുടങ്ങിയാൽ അത് വലിയ അപകടങ്ങളിലേക്കാണ് എത്തിച്ചേരുക. അതുകൊണ്ട് നീ അവൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം. നാട്ടുകാർ പറയുന്നത് എങ്ങാനും സത്യമാണെങ്കിൽ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഏതു വഴിയും ശ്രമിക്കണമെന്നും സഹോദരനായ സിബായിയോട് ഉമ്മു അമ്മാറ കൽപ്പിക്കുകയാണ്. ഉടനടി സിബായിയും തൻ്റെ കൂടെയുള്ള യുവാക്കളായ കുറച്ച് ചെറുപ്പക്കാരൊക്കെ ചേർന്നിട്ട് ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആലയിലേക്ക് ചെല്ലുന്നു. അവിടെ ആയുധങ്ങളുടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഹബ്ബാബ് റളിയല്ലാഹു അൻഹു. ഉടനടി ചോദിക്കുന്നുണ്ട്, നാട്ടുകാർ നിന്നെപ്പറ്റി ഒരു വാർത്തയൊക്കെ ഇതിലെ പറഞ്ഞു നടക്കുന്നുണ്ട്, അതെല്ലാം ശരിയാണോ? ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് എന്നെപ്പറ്റി കേട്ടത്? എന്താണ് നാട്ടുകാർ എന്നെപ്പറ്റി പറയുന്ന വാർത്ത? ആ സമയത്ത് സിബായി മറുപടി പറയുന്നുണ്ട്, നീ നമ്മൾ ആരാധിച്ചിരുന്ന ദൈവങ്ങളെ മുഴുവനും ഉപേക്ഷിച്ചിട്ട് മുഹമ്മദ് കൊണ്ടുവന്ന പുതിയ ദൈവത്തിന് ആരാധിക്കാൻ തുടങ്ങി എന്നതാണ് ഞങ്ങൾ കേൾക്കുന്നത്. അത് സത്യമാണോ? ഉടനടി ഹബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആമൻതു ബില്ലാഹി വകഫർതു ബിആലിഹതികും, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, നിങ്ങളുടെ ദൈവങ്ങളെ ഞാൻ അവിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. അത് പറഞ്ഞതോടുകൂടെ ഈ സിബായിയും തൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളും ആ ആലയിലുണ്ടായിരുന്ന, അവൻ പണിയെടുത്തുകൊണ്ടിരുന്ന ഇരുമ്പിൻ്റെ ഉപകരണങ്ങൾ എടുത്തിട്ട് ഹബ്ബാബ് എന്ന ചെറിയ വെറും 16-18 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടിയെ നിഷ്കരുണം ആക്രമിക്കാൻ തുടങ്ങുകയാണ്. ക്രൂരമായ പീഡനം എന്ന് വെച്ചാൽ ആ ചുട്ടുപഴുത്ത ഇരുമ്പുകൾ ശരീരത്തിലുടനീളം വെക്കുന്നു. മാത്രമല്ല ആ ഇരുമ്പ് കമ്പികൾ കൊണ്ട് ശരീരത്തിലുടനീളം ആക്രമിക്കുകയാണ്. ശരീരത്തിലുടനീളം രക്തം ധാരധാരയായി ഒഴുകുന്നു. മൂക്കും ചുണ്ടും മുഖവും മുഴുവനായിട്ട് ആക്രമിക്കപ്പെടുന്നു. ശരീരത്തിലുടനീളം മുറിവുകൾ വരികയും ഒരുപാട് രക്തം നഷ്ടമാവുകയും ചെയ്തതോടുകൂടെ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ആ ആലയിൽ തന്നെ ബോധം കെട്ട് വീഴുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വെറും 18 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഇത്രമേൽ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്നത്. ഇസ്ലാമിൽ ആദ്യമായിട്ട് ഇത്രമേൽ ഇസ്ലാം പരസ്യമായി പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ക്രൂരമായി ആക്രമിക്കപ്പെടുന്നതും ഹബ്ബാബ് റളിയല്ലാഹു അൻഹു തന്നെയാണ്. അങ്ങനെ ബോധം കെട്ട് വീണ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു അല്പസമയം കൂടെ സിബായിയും സഹോദരന്മാരും അവിടെ തന്നെ കാത്തു നിൽക്കും. എങ്ങാനും ബോധം വീഴുകയാണെങ്കിൽ വീണ്ടും ചോദിക്കും, ഞങ്ങളുടെ ദൈവങ്ങളെപ്പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത്? മുഹമ്മദിൻ്റെ ദൈവത്തെപ്പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത്? ആ 18 വയസ്സായ കുട്ടിയുടെ ഈമാനിൻ്റെ ബലം നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാനുണ്ട്. അത്രമേൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് ബോധം നഷ്ടമായി വീഴുമ്പോഴും പിന്നീട് ബോധം തെളിഞ്ഞ് വീണ്ടും ചോദിക്കുമ്പോഴും ആ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു അവരോട് മറുപടി പറയുന്നത്, ആമൻതു ബില്ലാഹി വകഫർതു ബിആലിഹതികും. അത്രയും കുറഞ്ഞ കാലം കൊണ്ട് അവരുടെ ഹൃദയങ്ങളിൽ അത്രമേൽ സുശക്തമായി ഇസ്ലാമിൻ്റെ ഈമാനിൻ്റെ ശക്തി ആഴ്ന്നിറങ്ങിയിരുന്നു എന്നാണ് ഈ ചരിത്രമൊക്കെ നമ്മോട് പറയുന്നത്. ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അന്നു മുതൽ അക്രമങ്ങളുടെ, പീഡനങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ആരംഭിക്കുന്നത്. അത്രമേൽ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വരികയാണ് ഹബ്ബാബ് റളിയല്ലാഹു അൻഹു. ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ മരുഭൂമിയിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ് ഈ സിബായിയും തൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ. അവർക്ക് അന്നു മുതൽ ഒരു ആനന്ദമായി മാറിയിരിക്കുകയാണ്. അടിമകളെ അത്രമേൽ വില കുറച്ചാണ് ജാഹിലിയത്തിലൊക്കെ കണ്ടിരുന്നത്. മാത്രമല്ല ഇത് ഇങ്ങനെ ഒരു സാഹചര്യം കൂടി ആയി മാറിയപ്പോൾ ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി പീഡിപ്പിക്കാൻ അവർ വളരെയധികം ആനന്ദം കണ്ടെത്തുകയായിരുന്നു. പല വ്യത്യസ്തമായ പീഡന മുറകളാണ് ഓരോ ദിവസവും അവർ സ്വീകരിച്ചിരുന്നത്. അതിലേറ്റവും ക്രൂരമായ, വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയുന്ന ഏടുകൾ, ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ മരുഭൂമിയിലേക്ക് അവർ വലിച്ചു കൊണ്ടുപോവുകയാണ്. ശേഷം മരുഭൂമിയിൽ തീ കത്തിക്കുന്നു.
വിറകുകൾ കൂട്ടിയിട്ടിട്ട് തീ കത്തിക്കും. തീ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുമ്പോൾ ആളുകളെല്ലാവരും ഒരു കയറിൽ കെട്ടിയിട്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ ആ തീയിലൂടെ വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് തവണ കൊണ്ടുപോകുന്നു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ പുറം ഭാഗത്തെ മാംസം മുഴുവനും ഉരുകിയൊലിച്ച് എല്ലുകൾ പുറത്ത് കണ്ട് ആന്തരികാവയവങ്ങൾ പോലും പുറത്ത് കാണുന്ന രീതിയിലേക്ക് എൻ്റെ പുറത്തെ മാംസം മുഴുവനും വെന്ത് വെണ്ണീറായി അത് ഉറ്റി ഉറ്റി വീഴുന്ന അവസ്ഥയായിരുന്നു. ആ സമയത്ത് എൻ്റെ പുറം ഭാഗത്തെ മാംസം വെന്ത് അതിൽ നിന്നുറ്റിയിറങ്ങുന്ന നീരുകൾ മാത്രമായിരുന്നു ആ തീയിനെ ഒരു നേരം ശമിപ്പിച്ചിരുന്നത്. അത്രമേൽ ക്രൂരമായ പീഡനങ്ങളിലൂടെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ പോലും ഒരു നിമിഷം പോലും ഇങ്ങനെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവരുടെ ദൈവങ്ങളെ വിളിക്കാൻ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പല അടിമകളായ സ്വഹാബത്തിനൊക്കെ സമ്മതം നൽകിയിരുന്നു. പ്രവാചകൻ അവരോട് ചോദിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ അപ്പോൾ എന്തായിരുന്നു എന്നുള്ളതാണ്, ഇങ്ങനെ പീഡനങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ തന്നെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവും അവരുടെ നാവ് കൊണ്ട് പോലും അതൊന്ന് ഉച്ചരിക്കാൻ പോലും തയ്യാറാകാതെ ആ വേദനയെല്ലാം കടിച്ചു പിടിച്ചുകൊണ്ട് പലപ്പോഴും അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ആ വേദന മുഴുവനും കടിച്ചമർത്തി ക്ഷമിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുരിതപൂർണമായ വാർത്തകളെല്ലാം അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ ശക്തരായ സംരക്ഷകരോ അതിനെതിരെ സംസാരിക്കാനുള്ള ശേഷിയോ ഇല്ലാതെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമായിരുന്നു ചെയ്തിരുന്നത്. സിബായിയുടെ ആക്രമണങ്ങളെല്ലാം കഴിഞ്ഞ് ആ അടിമയെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ പിന്നീട് ഉമ്മു അമ്മാറ എന്ന സ്ത്രീയുടെ ഊഴമെത്തുകയാണ്. അവരും വളരെ ആനന്ദത്തോടെയായിരുന്നു ഈ ഖബ്ബാബിനെ പീഡിപ്പിക്കാനുള്ള ഓരോ അവസരവും മുതലെടുത്തിരുന്നത്. ആലയിൽ കൊണ്ടുപോയി ഇരുമ്പ് പഴുപ്പിച്ച് ഖബ്ബാബിൻ്റെ തലയിൽ കൊണ്ടുപോയിട്ട് വെക്കുകയാണ്. സിബാഹയുടെ ആക്രമണങ്ങൾ പകലും മുഴുവനും സഹിച്ച് ശരീരം മുഴുവനും മാംസങ്ങളൊന്നുമില്ലാതെ വെന്തുരുകി ജീവനോടെ ഒരു മനുഷ്യനെ കൊല്ലാകൊല ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് രാത്രി ഉറങ്ങാൻ പോലും ആകാതെ വേദനയോടെ കിടന്ന് മുരളുമ്പോഴായിരിക്കും ഉമ്മു അമ്മാറ ചുട്ടുപഴുത്ത ഇരുമ്പ് കമ്പികൾ കൊണ്ടുവന്നിട്ട് ഈ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ തലയിൽ വെക്കുന്നത്. ക്രൂരമായ പീഡനങ്ങൾ പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഏറ്റുവാങ്ങുകയാണ്. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഒരു ദിവസം ഖബ്ബാബ് റളിയല്ലാഹു അൻഹു വേദന സഹിക്കവയ്യാതെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ആ സമയത്ത് പ്രവാചകൻ കഅബയുടെ തണലിൽ ചാരിയിരിക്കുകയാണ്. പ്രവാചകൻ ഓടി ചെന്നിട്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? അങ്ങ് കാണുന്നില്ലേ എത്ര കാലമാണ് ഞാൻ ഈ പീഡനങ്ങൾ സഹിക്കേണ്ടത് നബിയെ എന്ന വേദനയുടെ അത്രമേൽ ക്രൂരമായ പാഠങ്ങൾ മുഴുവനും സഹിച്ചിട്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, കാരുണ്യമൂർത്തിയായ പ്രവാചകനോട് പരാതി പറയുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു, ഖബ്ബാബ്, നിങ്ങൾ അല്പകാലം കൂടെ ക്ഷമിക്കണം. നമ്മുടെ മുൻപുണ്ടായിരുന്ന സമൂഹത്തിലെ ആളുകൾ അവരനുഭവിച്ചിരുന്ന പീഡനങ്ങളൊക്കെ ഇതിലും വലുതായിരുന്നു. ഒരു വലിയ കുഴിയെടുത്തിട്ട് മുസ്ലിമായ ആളുകളെ, യുവാക്കളെ ശത്രുക്കൾ അതിലേക്ക് ഇറക്കി നിർത്തുന്നു. ശേഷം വലിയ ഒരു ഈർച്ചവാളെടുത്തിട്ട് ശരീരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് അമർത്തുകയും ശരീരം 2 കഷ്ണമായിട്ട് പിളർത്തി മാറ്റുകയും ചെയ്യുന്നു. മാത്രമല്ല ഇരുമ്പിൻ്റെ വലിയ ചീർപ്പുകൾ കൊണ്ട് ശരീരത്തിലുടനീളം ചീകുകയും അത് ആ ചീർപ്പ് പിന്നീട് മാറ്റുമ്പോൾ ശരീരത്തിലുടനീളം ഇറച്ചി മുഴുവനും അതിലേക്ക് പറഞ്ഞു പോരുകയും ചെയ്യുന്ന അത്രമേൽ ക്രൂരമായ പീഡനങ്ങളെല്ലാം നമ്മുടെ മുൻപുണ്ടായിരുന്ന സമൂഹത്തിലുള്ള ആളുകൾ അനുഭവിക്കുകയും അവരതിൽ ക്ഷമിച്ച് നിൽക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും അവരുടെ വിശ്വാസം ഒരിഞ്ച് പോലും അടിപതറിയിരുന്നില്ല. അള്ളാഹു ആ ദീനിനെയാണ് നമ്മുടെ കൈകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് അല്പകാലം കൂടെ ക്ഷമിക്കണം ഖബ്ബാബ്. സനായിൽ നിന്ന് ഹളറുമൗത്ത് വരെ ഒരു മുസ്ലിമിന് സധൈര്യം സഞ്ചരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ സാഹചര്യം മാറും. അന്ന് ആ സഞ്ചരിക്കുന്ന ആളിന് അള്ളാഹുവിനെയോ തൻ്റെ ആടുകളുടെ മേൽ വന്ന് പതിക്കുന്ന ചെന്നായയോ അല്ലാതെ ഒരാളെയും ഈ ലോകത്ത് പേടിക്കേണ്ടതില്ല. മുസ്ലിങ്ങൾക്ക് അത്രയും സുശക്തമായി ധൈര്യപൂർവ്വം ഈ ലോകത്തിലൂടെ ഹളറുമൗത്ത് മുതൽ സൻആ വരെ, സൻആ മുതൽ ഹളറുമൗത്ത് വരെ സഞ്ചരിക്കാനാവുമെന്ന ശുഭപ്രതീക്ഷയും സൽവാർത്തയുമൊക്കെയാണ്
വേദനയോടെ കടന്നു വന്ന ഹബ്ബാബ് റളിയല്ലാഹുവിനെ ചേർത്ത് പിടിച്ചിട്ട് സമാധാനിപ്പിക്കുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ഏറ്റുവാങ്ങുന്ന ക്രൂരമായ പീഡനങ്ങളെ കുറച്ച് കാണിക്കുകയോ അതിനെ ഇല്ലാതാക്കുകയോ ഒന്നുമല്ല പ്രവാചകൻ ചെയ്യുന്നത്. ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിന് ആശ്വാസം പകരുകയാണ്. വെറും 6-7 ആളുകൾ മാത്രം തുടങ്ങിയ മുശ്രിക്കീങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദീൻ, അത് ഒരു ദിവസം ഇവിടെ വളർന്ന് പന്തലിക്കുമെന്നും ആ മുസ്ലിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെയും ആത്മധൈര്യത്തോടെയും ഈ പട്ടണങ്ങളിലൂടെ മുഴുവനും സഞ്ചരിക്കാനാവുമെന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഖന്തക്ക് യുദ്ധത്തിൻ്റെ വേളയിൽ കിടങ്ങ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ വിശപ്പ് സഹിക്കാൻ വയ്യാതെ വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയിട്ടാണ് ഓരോ സ്വഹാബത്തും പണിയെടുക്കുന്നത്. അത്രമേൽ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കല്ല് സ്വഹാബത്ത് എല്ലാവരും പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടും പൊട്ടുന്നില്ല. പ്രവാചകനെ വിളിക്കുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 അടി ആ കല്ലിൽ അടിക്കുകയും ആ പാറക്കല്ല് പൊടിയായിട്ട് മാറുകയും ചെയ്യുന്നു. ഓരോ അടിയിലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പ്രഖ്യാപിക്കുന്നത് പേർഷ്യ കീഴടങ്ങിയിരിക്കുന്നു, റോം കീഴടങ്ങിയിരിക്കുന്നു എന്ന സുശക്തമായ കാലത്തുണ്ടായിരുന്ന വലിയ പട്ടണങ്ങളും വലിയ രാജാധികാരങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ കീഴിൽ വന്നു എന്ന്, പട്ടിണി മാറ്റാൻ ഭക്ഷണം കഴിക്കാൻ പോലുമില്ലാതെ അത്രമേൽ ദുസ്സഹനീയമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സ്വഹാബത്തിനോടാണ് പേർഷ്യയും റോമുമൊക്കെ നമ്മുടെ കൈകളിലേക്ക് വരുമെന്ന വലിയ പ്രതീക്ഷ പ്രവാചകന് കൊടുക്കുന്നത്. ഹിജറയുടെ വേളയിൽ മദീനയിലേക്ക് പോകുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിടികൂടാൻ വേണ്ടി അബൂജഹൽ പ്രഖ്യാപിച്ച 100 ഒട്ടകത്തിൻ്റെ ഇനാം എന്ന വലിയ പ്രതിഫലം നേടാൻ വേണ്ടിയിട്ട് പ്രവാചകനെയും അബൂബക്കറിനെയും വധിക്കാൻ പിറകെ കുതിരപ്പുറത്ത് ഓടി വന്ന സുറാഖത്ത് ബിൻ മാലിക്കിനോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സുറാഖ, ആ കിസ്റയുടെ വളകൾ അവിടുത്തെ കൈകളിൽ അണിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കും. സുറാഖ് ഞെട്ടിത്തരിച്ചു പോവുകയാണ്. പ്രവാചകനെ കൊല്ലാൻ വേണ്ടിയിട്ട് 100 ഒട്ടകങ്ങളുടെ ഇനാം പ്രതീക്ഷിച്ചിട്ട് അബൂജഹൽ പ്രഖ്യാപിച്ച വലിയ സമ്മാനം പ്രതീക്ഷിച്ചിട്ട് പ്രവാചകനെ കൊല്ലാൻ വന്ന സുറാഖയോടാണ് തിരിഞ്ഞിട്ട് പ്രവാചകൻ പറയുന്നത്, സുറാഖ, കിസ്റയുടെ വളകൾ, കിസ്റയുടെ അധികാരികൾ അണിയുന്ന അവരുടെ ഒരു വളകൾ ഉണ്ടായിരുന്നു. അക്കാലത്തെ അധികാരത്തിൻ്റെ സുശക്തമായ സ്തൂപങ്ങളായിട്ട് മാറിയ, വലിയ അധികാര പ്രൗഢിയായിട്ട് മാറിയ ആ കിസ്റയുടെ വളകൾ സുറാഖ നിന്റെ കൈകളിൽ അണിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? സുറാഖ ഞെട്ടിത്തെരിച്ചു പോകുന്നു. സുറാഖ തിരിച്ചു പോകുന്നുണ്ട്. വർഷങ്ങൾക്ക് ഇപ്പുറം ഉമർ റളിയല്ലാഹുവിൻ്റെ കീഴിൽ കിസ്റ ഉമർ റളിയല്ലാഹുവിനെ കീഴ്പ്പെടുത്തുമ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ആഭരണങ്ങളും മറ്റുമൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടെന്ന് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു നേരെ ചെന്നിട്ട് കിസ്റയുടെ വളകൾ എടുത്തിട്ട് സുറാഖയുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. സുറാഖ അന്ന് മുസ്ലിമാണ്. എന്നിട്ട് അതാണ് ഞാൻ പറയുന്നു. സുറാഖയും കരഞ്ഞു പോകുന്നു. അവിടെ കൂടിയിരിക്കുന്ന സ്വഹാബത്തും കരഞ്ഞു പോകുന്നു. ഇത്രമേൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ പോലും, ഒന്നുമില്ലാതിരിക്കുമ്പോൾ പോലും ഈ ഉമ്മത്ത് ഒരു നാൾ ഇവിടെ വളർന്ന് പന്തലിക്കുമെന്നും എല്ലാം നേടി തിരിച്ചു വരുമെന്ന വളരെ വലിയ ശുഭപ്രതീക്ഷകൾ. നിങ്ങളിപ്പോൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആഫ്രിക്കയിലെ ഒരു കുഗ്രാമത്തിലെ കുറച്ചാളുകൾ അമേരിക്ക അല്ലെങ്കിൽ ഇന്നത്തെ രാജ്യത്ത് ഏറ്റവും സുശക്തമായ ഭരണസിരാ കേന്ദ്രങ്ങളും രാജ്യങ്ങളൊക്കെ പിടിച്ചടക്കുന്നത് പോലെയാണ് അറേബ്യയിലെ മരുഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു സമൂഹം ആളുകൾ അവിടുത്തെ കിസ്റയെയും റോമിനെയും കൈസറിനെയും ഒക്കെ കീഴടക്കിയിട്ട് അവിടെയെല്ലാം ഇസ്ലാമിൻ്റെ പതാകകൾ വലിച്ചു കെട്ടുന്ന മനോഹരമായ ചരിത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ആ ശുഭപ്രതീക്ഷയും അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമൊക്കെയാണ് ഈ ഹബ്ബാബ് റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഹബ്ബാബ് റളിയല്ലാഹു വളരെ ക്ഷമയോടുകൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത പാഠങ്ങളെല്ലാം കേട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ ചെല്ലുകയാണ്. അങ്ങനെയാണ് ഒരു ദിവസം മക്കയിലെ മറ്റു പ്രമുഖനായ ആസ് ബിൻ വായിൽ ഒരു ദിവസം ഈ ഹബ്ബാബ് റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് വാള് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് എത്തുകയാണ്. വാളെല്ലാം അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നിർമ്മിച്ചു കൊടുക്കുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ആസ് ബിൻ വായിൽ പണം നൽകുന്നില്ല. ആസ് ബിൻ വായിൽ പറയുന്നത്, നീ ഇസ്ലാം ഉപേക്ഷിച്ച് ഞങ്ങളുടെ മതത്തിൽ ചേർന്നാൽ മാത്രമേ നീ ചെയ്ത പണിക്ക് ഞാൻ കൂലി തരികയുള്ളൂ, നീ ചോദിച്ച ശമ്പളം തരികയുള്ളൂ എന്ന് പറയുന്നു. ഉടനടി ഹബ്ബാബ് റളിയല്ലാഹു പറയുന്നുണ്ട്, അത് പറ്റില്ല, എനിക്ക് എൻ്റെ ജോലി ചെയ്തതിൻ്റെ പണം വേണം, അതിൻ്റെ യജമാനക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കാനുള്ളതാണ്, അതിലൊരു ഒത്തുതീർപ്പും സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആസ് ബിൻ വായിൽ സമ്മതിക്കുന്നില്ല. മാത്രമല്ല ആസ് ബിൻ വായിൽ പറയുന്നുണ്ട്, നിങ്ങൾ വലിയ പുനർജന്മത്തിലൊക്കെ വിശ്വാസമുള്ള ആളുകളല്ലേ, നീ മരിച്ചിട്ട് വീണ്ടും ജനിക്കുമല്ലോ, നമുക്ക് ആ ലോകത്ത് വെച്ചിട്ട് നിൻ്റെ കണക്കുകളെല്ലാം ഞാൻ തീർത്തുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് അത്രയും അവന് ചെയ്തു കൊടുത്ത ജോലിക്കൊന്നും പൈസ നൽകാതെ പലരും ആയുധങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഹബ്ബാബ് റളിയല്ലാഹുവിനെ പറ്റിച്ചു പോവുകയാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മുസ്ലിം ആയതിൻ്റെ പേരിൽ
ക്രൂരമായ പല പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഈ ആക്രമണങ്ങളെല്ലാം നേരിട്ട് കാണുകയാണ്. മരുഭൂമിയിൽ തീ കൂട്ടിയിട്ട് കത്തിക്കുകയും അതിലൂടെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ വലിക്കുന്ന, ഉമ്മ തലയിൽ ചൂടുള്ള ഇരുമ്പ് ഉപകരണങ്ങൾ വെക്കുന്നതൊക്കെ ആയ ക്രൂരമായ പീഡനങ്ങൾ കാണുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഖബ്ബാബിന് ഇതിൽ നിന്നെല്ലാം ഒരു ആശ്വാസം ലഭിക്കാൻ. ദിവസങ്ങൾ കഴിഞ്ഞില്ല, തന്നെ അത്രമേൽ ക്രൂരമായി പീഡിപ്പിച്ചിരുന്ന അമ്മാറക്ക് ശക്തമായ തലവേദന പിടിപെടുന്നു. അറേബ്യയിലുണ്ടായിരുന്ന മുഴുവൻ വൈദ്യന്മാരുടെ അടുത്തേക്കും അമ്മാറയെ അവരുടെ മക്കൾ കൊണ്ടുപോകുന്നുണ്ട് മരുന്നിന് വേണ്ടിയിട്ട്. പക്ഷേ ചെന്നായ്ക്കൾ അലമുറയിട്ട് കരയുന്നത് പോലെ ആ സ്ത്രീ രാത്രി മുഴുവനും അലമുറയിട്ട് കരയുകയാണ്. അത്രയും സുശക്തമായ തലവേദന. ഏതോ വിദൂര നാട്ടിൽ നിന്ന് വന്ന പ്രസിദ്ധനായ ഒരു വൈദ്യൻ അതിന് മരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തലവേദന അസഹ്യമാവുമ്പോൾ ഇരുമ്പ് പഴുപ്പിച്ച് തലയിൽ വെക്കണം. ആ വെക്കുന്ന വേദനയേക്കാൾ അസഹ്യമായ തലവേദന ആയതുകൊണ്ട് തന്നെ ഈ പ്രാകൃതമായ ചികിത്സാ രീതി അവർ സ്വീകരിക്കുകയാണ്. പക്ഷേ ആ ഇരുമ്പ് പഴുപ്പിച്ച് തലയിൽ വെക്കാൻ അവരുടെ മക്കളോ ആ സഹോദരങ്ങളോ ഒന്നും തയ്യാറാകുന്നില്ല. ഉമ്മയെ അങ്ങനെ ക്രൂരമായ ചികിത്സാ രീതികൾ സ്വീകരിച്ചുകൊണ്ട് പീഡിപ്പിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. പക്ഷേ അതുകൊണ്ട് വേദന ശമിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അമ്മാറ താൻ അങ്ങനെയും പീഡിപ്പിച്ചിരുന്ന ഇതേ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് തൻ്റെ ആലയിൽ നിന്ന് ആ ഇരുമ്പ് പഴുപ്പിച്ചുകൊണ്ട് ഈ അമ്മാറയുടെ തലയിൽ വെച്ച് കൊടുക്കുന്നു. അസഹനീയമായ വേദന കൊണ്ട് അവർ പൊളയുകയാണ്. ഇതുപോലെ തന്നെയാണ് അവർ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെയും പീഡിപ്പിച്ചിരുന്നത്. അത് അവരുടെ മേലിലേക്ക് തന്നെ അതുപോലെ അതും ഈ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകൾ കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുപ്പിക്കുകയാണ്. മനോഹരമായ മധുര പ്രതികാരം എന്നൊക്കെയാണ് നമുക്ക് പറയാം. അതുപോലെ തന്നെ സംഭവിക്കുന്നു. ദിവസങ്ങൾക്കുള്ളിൽ അസഹനീയമായ ഈ തലവേദന കാരണത്താൽ ഇരുമ്പ് പഴുപ്പിച്ച് തലയിലൊക്കെ വെച്ചതുകൊണ്ട് തന്നെ അമ്മാറ മരണമടയുകയും ഖബ്ബാബ് റളിയല്ലാഹു അൻഹു സ്വതന്ത്രനാവുകയും ചെയ്യുന്നുണ്ട്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പിന്നീട് മുഴുവൻ സമയവും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ തന്നെയാണ് ജീവിക്കുന്നത്. ദിവസങ്ങൾക്ക് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ വേണ്ടിയിട്ട് ഊരിപ്പിടിച്ച വാളുമായിട്ട് പുറത്തിറങ്ങുകയും വഴിയിൽ വെച്ച് കണ്ട ഒരാൾ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ. ഉമർ റളിയല്ലാഹുവിൻ്റെ ഇസ്ലാമിക ആശ്ലേഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പറയുന്നുണ്ട്, ഞാൻ പ്രവാചകനെ കൊല്ലാൻ പോവുകയാണ്. ആ വഴിയിൽ വെച്ച് കണ്ട ആൾ രഹസ്യമായിട്ട് ഇസ്ലാം വിശ്വസിച്ചിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ മറുപടി പറയുന്നു, വീട്ടുകാരെ നന്നാക്കിയിട്ട് പോരെ നാട്ടുകാരെ നന്നാക്കൽ. ഉമർ റളിയല്ലാഹുവിന് മനസ്സിലാകുന്നില്ല എന്താണെന്ന് ഉദ്ദേശിച്ചത്. അവർ പറയുന്നുണ്ട്, നിങ്ങളുടെ സഹോദരി ഫാത്തിമയും ഭർത്താവൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, നിങ്ങൾ ആദ്യം അവരെ പോയിട്ട് ശരിപ്പെടുത്തു എന്ന് പറയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യം സഹിക്കവയ്യാതെ ഫാത്തിമയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് കയറുമ്പോൾ അവർ കേൾക്കുന്നത് ഖുർആൻ ഓതുന്ന ശബ്ദമാണ്. ഉടനടി ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി ചെല്ലുകയും ആ ഫാത്തിമയെ അടിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. ആ സമയത്ത് ആ ഫാത്തിമയ്ക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നത് ഇതേ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ആണ്. ദേഷ്യം അല്പം അടങ്ങിക്കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഞാൻ ഇവിടേക്ക് കയറി വന്നപ്പോൾ ഇവിടെ നിന്ന് ഖുർആൻ പാരായണത്തിൻ്റെ ശബ്ദം കേട്ടല്ലോ, അതെനിക്കൊന്ന് തരുമോ? ഇല്ല ഉമർ, നീ ശുദ്ധനല്ല, നീ കുളിച്ച് ശുദ്ധിയായിട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരി ഫാത്തിമ ഉമർ റളിയല്ലാഹു അൻഹു കുളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുകയും കുളിച്ച് ശുദ്ധിയായിട്ട് കടന്നു വരുമ്പോൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ട് പേടിച്ച് വീടിൻ്റെ ഉള്ളിൽ മറഞ്ഞിരുന്ന ഫാത്തിമാക്കും ഭർത്താവായിരുന്ന സഈദ് ബിൻ സെയ്ദിനും ഒക്കെ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിരുന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഉടനടി പുറത്തിറങ്ങുകയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനവും പ്രവാചകൻ്റെ പ്രാർത്ഥനയൊക്കെ ഉമർ തങ്ങളോട് പറയുകയും ചെയ്യുന്നുണ്ട്. രണ്ടാലൊരു ഉമറിനെ കൊണ്ട് എൻ്റെ ദീനിനെ നീ ശക്തമാക്കണേ എന്ന പ്രവാചകൻ്റെ പ്രാർത്ഥനയും അത് ഉമർ ബിൻ ഖത്താബിന് ആയിക്കൊള്ളട്ടെ എന്നൊക്കെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളോട് പറയുകയും ശേഷം ഖുർആനീക സൂക്തങ്ങൾ ഉമർ തങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും അതിൽ മനസ്സ് മാറിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു നേരെ ദാറുൽ-അർഖമിലേക്ക് ചെന്ന് ഇസ്ലാം വിശ്വസിക്കുന്ന പ്രവാചകനെ വിശ്വസിക്കുന്ന ഷഹാദത്ത് കലിമ ചെല്ലുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ധീരമായ ഇസ്ലാം ആശ്ലേഷത്തിൻ്റെ മനോഹരമായ കഥയുണ്ട്. അവിടേക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിനെ എത്തിക്കുന്നത് ഇതേ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ആണ്. ബദർ യുദ്ധത്തിലും ധീരമായി പോരാടുന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിലേക്ക് വരുമ്പോഴാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്ന അമ്മാറയുടെ സഹോദരനായ സിബായിയെ അള്ളാഹുവിൻ്റെ സിംഹം എന്നറിയപ്പെടുന്ന ഹംസ റളിയല്ലാഹു അൻഹു ആ ഉഹദിൻ്റെ രണാങ്കണത്തിൽ ഇട്ടുകൊണ്ട് കൊലപ്പെടുത്തുന്ന കാഴ്ച
വിദൂരതയിൽ നിന്നുകൊണ്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു മനസ്സ് നിറഞ്ഞ് കാണുകയാണ്. തന്നെ അത്രമേൽ പീഡിപ്പിച്ചിരുന്നു ആ മനുഷ്യൻ. അവൻ ഹംസ റളിയല്ലാഹു അൻഹു തന്നെ വധിക്കുകയാണ് ഉഹുദ് യുദ്ധത്തിൽ വെച്ചുകൊണ്ട്. കാലങ്ങളേറെ കഴിഞ്ഞു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് സംഭവിക്കുന്നു. അബൂബക്കർ തങ്ങളുടെ ഖിലാഫത്ത് സംഭവിക്കുന്നു. ആ കാലത്തൊക്കെയും അവരുടെ കൂടെയെല്ലാം വിജ്ഞാനപ്രദമായ വേദികളിലൂടെ മുഴുവനും നിറഞ്ഞു നിന്നിരുന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് സമയത്താണ്. ഉമർ റളിയല്ലാഹു അൻഹു ആളുകളായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അവിടേക്ക് വരുന്നു. ഒരു ഇരിപ്പിടം ഏറ്റവും പ്രധാന സ്ഥലത്തേക്ക് വെച്ചുകൊണ്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ ഇരുത്തിയിട്ട് ഉമർ തങ്ങൾ പറയുന്നത്, ബിലാൽ റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അടുത്ത സ്ഥാനം നിങ്ങൾക്കാണ് ഞാൻ തരാൻ പോകുന്നത്. അതിന് പിന്നെ ഒരുപാട് കാരണങ്ങളുണ്ട്. ബിലാൽ തങ്ങൾ പീഡിപ്പിക്കപ്പെട്ട ചരിത്രം നമ്മൾ പലപ്പോഴായിട്ട് നമ്മുടെ ചാനലിലൂടെ തന്നെ പറഞ്ഞതാണ്. അതുപോലെ പീഡിപ്പിക്കപ്പെട്ടിരുന്ന മറ്റൊരു അടിമയായ സ്വഹാബിയാണ് ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു. മാത്രമല്ല ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത് പോലും ഇതേ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ആണ് എന്നതുകൂടെ നമ്മൾ ഓർമ്മിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു ആദ്യകാലത്ത് അവിടുന്ന് ഏറ്റിരുന്ന ക്രൂരമായ പീഡനങ്ങളെപ്പറ്റി ചോദിക്കുമ്പോൾ ആ സദസ്സിൽ വെച്ചുകൊണ്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു തൻ്റെ ഷർട്ട് ഊരുകയും തൻ്റെ പുറംഭാഗം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഇറച്ചികളും മുഴുവനും വെന്തുരുങ്ങിപ്പോയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വേദനയോടെ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയതാണിത്? ആ സമയത്ത് തൻ്റെ സിബാഗയും സഹോദരന്മാരും എല്ലാവരും ചേർന്നുകൊണ്ട് മരുഭൂമിയിലെ ക്രൂരമായ പീഡന മുറകളെപ്പറ്റി മുഴുവനും ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാലചക്രത്തിൻ്റെ സഞ്ചാരത്തിനിടയിൽ ഇത്രമേൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്ന അടിമയായിരുന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പതിയെ പതിയെ കച്ചവടങ്ങളൊക്കെ ചെയ്ത് മദീനയിലെ അതിസമ്പന്നനായ മനുഷ്യരിൽ ഒരാളായിട്ട് മാറുകയാണ്. സമ്പത്ത് തൻ്റെ വീട്ടിൽ കുന്നുകൂടി കിടക്കുമ്പോൾ പോലും ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അതൊന്നും സ്വന്തമാക്കാനോ അല്ലെങ്കിൽ അതിൽ വലിയ ദുരാഗ്രഹങ്ങൾ വെച്ച് പുലർത്താനോ ഒന്നും ശ്രമിച്ചിരുന്നില്ല. പട്ടിണി അനുഭവിക്കുന്ന ദരിദ്രരായ ഏത് മനുഷ്യർക്കും തൻ്റെ വീട്ടിൽ വന്നുകൊണ്ട് ഇവിടെ നിന്ന് സ്വർണ്ണ നാണയമോ വെള്ളി നാണയമോ യഥേഷ്ടം എടുത്തു കൊണ്ടുപോകാമെന്ന മനോഹരമായ ദാനധർമ്മിയെ കൂടെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവിടെ കൂടിയിരിക്കുന്ന സഹോദരങ്ങൾ മുഴുവനും വിളിച്ചിട്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ 8000-ലധികം ദിർഹമും ദീനാറുകളൊക്കെ ഉണ്ട്. ഞാനത് ഒന്നും സ്വന്തമാക്കുന്നില്ല, മരിച്ചു കഴിഞ്ഞാൽ ഞാനത് കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് അത് എൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിലൊരു തടസ്സമാകരുത്. അത് പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞ് അത് മുഴുവനും അവർക്ക് എല്ലാവർക്കും സ്വതക്ക കൊടുക്കുന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്തിൽ ഇരിക്കുന്ന സമയത്താണ് അവർ അള്ളാഹുവിലേക്ക് വിടവാങ്ങുന്നത്. ഇത്രമേൽ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പ്രവേശിക്കുന്ന അതേ സ്വർഗത്തിലേക്ക് നമുക്കും പ്രവേശിക്കാനാവുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ആ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സേവകനായിട്ടെങ്കിലും ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം ഇതുപോലെ മനോഹരമായ ചരിത്രവുമായിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം. ഈ റമദാൻ സീരീസ് നിങ്ങളുടെ പ്രിയപ്പെട്ട മനുഷ്യരിലേക്കെല്ലാം നിങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.